എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ ഒരു മന്തി മാത്രമേ നിങ്ങൾ ഉണ്ടാക്കൂ. അത്രയും രുചിയുള്ള നല്ലൊരു മന്തി റെസിപ്പിയാണ്. കഴിച്ചു തുടങ്ങിയാലില്ലേ നമുക്ക് നിർത്താനൊന്നും തോന്നൂല, അത്രയും രുചിയാണ്. പിന്നെ ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു മന്തി കൂടിയാണ്. കഴിച്ചവർ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാതെ പോവുകയും ചെയ്യില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈദെല്ലാം ആവാനായില്ലേ, ഈദിന് ഉണ്ടാക്കാനും അതുപോലെ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി തിളങ്ങാനും ഒക്കെ പറ്റിയ നല്ലൊരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. ഒന്നിക്കിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നന്നായിട്ട് കുത്തി കൊടുക്കുക, മസാല ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവുക, അതിൽ നിന്ന് 1 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കുക. മന്തി മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് പിന്നെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 2 ഏലക്കായ്, 2 ഗ്രാമ്പു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 ഡ്രോപ്പ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഫുഡ് കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കാശ്മീരി മുളകിൽ തന്നെ നല്ല കളറുണ്ട്. പിന്നെ വീഡിയോയിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാം, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളും. ഇനി റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും മന്തി വെക്കുമ്പോൾ ബസ്മതി റൈസ് കൊണ്ടാണ് വെക്കൽ, സെല്ല റൈസൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. പക്ഷേ അടിപൊളി രുചിയാണ്, നല്ല പൂ പോലത്തെ ചോറാണ് ഈ ഒരു അരി കൊണ്ട് വെക്കുമ്പോൾ. ഈ ഒരു ഗ്രീൻ കളർ പാക്കറ്റ് വരുന്ന അരി തന്നെ എടുക്കണം കേട്ടോ. ഇതിൽ പല കളറിലുള്ള ബസ്മതി റൈസും വരുന്നുണ്ട്, പക്ഷേങ്കിൽ ഈ ഒരു കളറിൽ തന്നെ ഉള്ള അരി എടുക്കുക, അപ്പോഴാണ് നല്ല ചോറ് കിട്ടുകയുള്ളൂ. ഞാൻ ഒരുപാട് മാറ്റി നോക്കിയിട്ടുണ്ട്, പക്ഷേങ്കിൽ അതിലൊന്നും എനിക്ക് അത്ര നല്ല ചോറായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏതരിയാണ് മന്തി വെക്കാൻ എടുക്കൽ എന്നെല്ലാം, അതാണ് ഞാൻ പാക്കറ്റ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. കൂടുതൽ ടൈം വെക്കരുത്, 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം, അത് മറക്കരുത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി റെഡിയാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. അതിലേക്ക് 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ഓരോ പീസ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം ഒരു ഭാഗം ഫ്രൈ ആക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ആ മറിച്ചിട്ട ഭാഗം കൂടി ഒരു 5-6 മിനിറ്റോളം ഫ്രൈ ആക്കുക. ബാക്കി ദമ്മിൽ നിന്നാണ് വേവുന്നത്. അപ്പം 5-6 മിനിറ്റോളം ഒരു ഭാഗം ഫ്രൈ ആക്കുക, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മറിച്ചിട്ട ഭാഗം കൂടി ഒരു 6 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ മറിച്ചിട്ടിട്ടും ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. ഇപ്പോൾ ചിക്കനെല്ലാം എണ്ണയിൽ നിന്ന് ഇതുപോലെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ 3/4 കിലോ ചിക്കനെല്ലാം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ചെറിയൊരു സവാള എടുത്തത്. 1 കിലോ ചിക്കനെല്ലാം ആണെങ്കിൽ വലിയൊരു സവാള എടുക്കുക, അല്ലെങ്കിൽ 2 ചെറുതാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കുക. ചിക്കൻ്റെ അളവെല്ലാം കൂട്ടുമ്പോൾ സവാളൻ്റെ ഒക്കെ അളവ് കൂട്ടിയാൽ മതി. അങ്ങനെ ഇതാ നല്ലതുപോലെ എണ്ണയിൽ കിടന്നിട്ട് സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുമ്പോൾ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു തക്കാളിയും സവാളയൊന്നും ഇതിൽ നമ്മൾ ഇട്ടണമെന്ന് മനസ്സിലാവില്ല ഈ ഒരു മന്തി കഴിക്കുന്ന സമയത്ത്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്.
തക്കാളിയും ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിലേക്ക് കുറച്ച് വേറെ ചേർക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ ഒരു മസാലയിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കണ്ടൂ, കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കിടക്കുന്ന കുറച്ച് ഓയിലെല്ലാം ഉണ്ടാവും, അതും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. കണ്ട പാത്രത്തിൽ കുറച്ച് ഓയിലെല്ലാം ഉണ്ട്, അതും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 1 മിനിറ്റോളം ചെറിയ തീയിൽ അവിടെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിൽ ഇറങ്ങട്ടെ. അപ്പോൾ 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചിക്കനെല്ലാം 1 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വെക്കാം, ചോറ് ആവുന്നത് വരെ. ഏറ്റവും കുറഞ്ഞ തീയിൽ മറ്റൊരടുപ്പത്ത് അടച്ച് വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക, അത് മറക്കരുത്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്കായ്, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ, ഏലക്കായൻ്റെയും ഗ്രാമ്പൂൻ്റെയൊക്കെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് സവാളയൊന്ന് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്റ്റോക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിന് ഒന്നിതാ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിൻ്റെ എല്ലാം അളവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ അളവൊക്കെ കൂടുതൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ചൂടാകുന്ന സമയത്ത് അതൊന്ന് മെൽറ്റ് ആയിക്കോളും. അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, 20 മിനിറ്റിന് ശേഷം ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ടേനു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഈ അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ വറുത്തിട്ടാണ് ഈ ഒരു ചോറ് റെഡിയാക്കുന്നത്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം തിളച്ചിട്ടാകുമ്പോൾ വെള്ളത്തിലേക്ക് അരിയിട്ടിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം. ഇതുപോലെ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ 2 മിനിറ്റോളം നന്നായിട്ട് അരി വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വറുത്തിട്ട് ചോറ് വെക്കുന്ന സമയത്ത് അരിയിലേക്ക് നേരിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയൊരു കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റലെന്ന് പറയുമ്പോൾ നല്ലതുപോലെ വറ്റി അരി അങ്ങ് ഡ്രൈ ആയി പോകണ്ട, കുറച്ച് വെള്ളത്തിൻ്റെ അംശം അടിയിൽ കിടക്കണം. അപ്പോൾ വെള്ളം വറ്റിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. ഒരുപാട് വറ്റി ഡ്രൈ ആവേണ്ട, കുറച്ച് വെറ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. 3/4 വേവായി കിട്ടും അപ്പോഴത്തേക്ക് ചോറ്. ബാക്കി വേവ് നമ്മൾ ദം ചെയ്യുമ്പോൾ ആ ഒരു സമയത്താണ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരുപാട് വറ്റിയിട്ടുമില്ല, തീരെ വറ്റാണ്ടുമില്ല, ആ ഒരു രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പം 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ദം ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ മസാല ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഗ്രേവി ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ചോറ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട്. നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ഗ്രേവി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചോറിട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് അതിലേക്ക് തട്ടി കൊടുക്കുക. മുഴുവനും ചോറിട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നല്ലതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റി വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ ചോറിൻ്റെ, അന്നേരം ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ആ ഒരു സമയത്ത് ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകൾ ഭാഗം ഒന്ന് ലെവലാക്കിയിട്ട് നമ്മൾ കോരി മാറ്റി വെച്ച ആ ഒരു ഗ്രേവി ഇതുപോലെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
അതിനുശേഷം ചെറിയൊരു അലൂമിനിയം ഫോയിൽ ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കുഴി പോലെ അത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്, നടുക്ക് ചാർക്കോൾ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ചാർക്കോൾ കത്തിച്ചത് ഇതിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഉറ്റിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് പുകഞ്ഞ് തുടങ്ങും. അന്നേരം പെട്ടെന്ന് തന്നെ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം. സൈഡൊക്കെ അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. ആ പുക പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം കവർ ചെയ്ത് കൊടുക്കാൻ. ഇനി ചെറിയ തീയിലൊരു 30-35 മിനിറ്റോളം നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മന്തി അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. മന്തി റെഡിയാകുന്ന സമയം കൊണ്ട് മന്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചില്ലി മയോണീസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ മഞ്ഞ എടുത്ത് മാറ്റിയിട്ട് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തത് കാശ്മീരി മുളകാണ്, അപ്പോൾ അത്ര എരിവുണ്ടാവില്ല. നിങ്ങൾ സാദാ വറ്റൽമുളകാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, നല്ല എരിവായിരിക്കും. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളിതിലേക്ക് ഒട്ടും ഓയിലൊന്നും ചേർക്കുന്നില്ല, പാൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ടുണ്ടേനു, അത് വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറക്കുന്നത്. സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം തുറക്കുക അടുപ്പ് ഓഫ് ആക്കിയിട്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് പോലത്തെ ചോറാണ് ഈ ഒരു ചോറ്. എന്നിട്ട് മുകൾ ഭാഗം ആ ചോറ് മാത്രം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടിയിൽ മസാലേൻ്റെ ഭാഗം ചിക്കനും ഒന്നും എടുക്കാണ്ട് ആ ചോറ് മാത്രം ആദ്യം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഈ ചോറ് മാത്രം കോരി മാറ്റാം. ചോറ് മാത്രം കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലയും കുറച്ച് ചോറും ഇതിലുണ്ട്. ചിക്കനെല്ലാം കണ്ട അടിപൊളിയാണ്, ഇങ്ങനെ അടർന്ന് വരും ചിക്കനെല്ലാം. ഇതുപോലെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ട് വെന്തിട്ട്. പോലത്തെ ചോറും നല്ല സോഫ്റ്റ് ചിക്കനുമാണ്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോരി വെച്ച ആ ഒരു ചോറ് മാത്രം ഉണ്ടല്ലോ, അത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചോറ് മാത്രം സെർവിങ് പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ സെർവ് ചെയ്യുക. പിന്നെ മന്തിയെല്ലാം കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ചോറെല്ലാം ഞാൻ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കനും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കിയ ചില്ലി മയോണീസും കൂടെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സാൽസ വേണമെങ്കിൽ സാൽസ ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ പപ്പടം, നാരങ്ങ അച്ചാർ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത്. പപ്പടം നിങ്ങൾ ഇതുവരെ മന്തിൻ്റെ കൂടെ കഴിച്ചില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക, അടിപൊളി രുചിയാണ്. എപ്പം ഞങ്ങൾ മന്തി ഉണ്ടാക്കിയാലും പപ്പടം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.